മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ വിജയങ്ങളിൽ ഒന്നായി മാറുകയാണ് മോഹൻലാൽ നായകനായി എത്തിയ തുടരും. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത ചിത്രം ഏപ്രിൽ 25-നായിരുന്നു തിയേറ്ററുകളിൽ എത്തിയത്. വലിയ പ്രീ റിലീസ് പബ്ലിസിറ്റി ഇല്ലാതെയാണ് ചിത്രം എത്തിയതെങ്കിലും സമീപകാല മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി നേടിയ ചിത്രമായി മാറിയിരിക്കുകയാണ് തുടരും. മലയാളത്തിനൊപ്പം ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പും തിയേറ്ററുകളിൽ എത്തിയിരുന്നു. പിന്നീട് ചിത്രത്തിന്റെ തമിഴ് പതിപ്പും എത്തി. ഇപ്പോഴിതാ തമിഴ് പതിപ്പ് നേടിയ കളക്ഷൻ കണക്കുകൾ പുറത്തുവരികയാണ്. തുടരും എന്നാണ് ചിത്രത്തിന്റെ തമിഴ് പതിപ്പിന്റെ പേര്. മെയ് 9-നായിരുന്നു തമിഴ് പതിപ്പിന്റെ റിലീസ്. ആദ്യ ദിനം മുതൽ മികച്ച പ്രതികരണമായിരുന്നു തമിഴ്നാട്ടിലും ചിത്രത്തിന് ലഭിച്ചത്. നിരൂപകരും സാധാരണ പ്രേക്ഷകരുമടക്കം നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ പ്രതികരണങ്ങളും അറിയിച്ചു. പ്രമുഖ ട്രാക്കർമാരായ സാക്നെൽ പുറത്തുവിട്ട കണക്ക് പ്രകാരം തുടരും ഇതുവരെ നേടിയിരിക്കുന്നത് 97 ലക്ഷം രൂപയാണ്. ആദ്യ 5 ദിവസത്തെ നെറ്റ് കളക്ഷനാണ് ഇത്. അതേസമയം ചിത്രത്തിന്റെ മലയാളം പതിപ്പ് ഏപ്രിൽ 25-ന് തന്നെ തമിഴ്നാട്ടിൽ റിലീസ് ചെയ്യപ്പെട്ടിരുന്നു. അതേസമയം ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പ് നേടിയ കളക്ഷൻ 1.85 കോടിയാണ്. ചിത്രത്തിന്റെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് റെക്കോർഡ് കളക്ഷൻ കേരളത്തിലാണ്. കേരള ബോക്സ് ഓഫീസിൽ ഒരു ചിത്രം ആദ്യമായാണ് 100 കോടി ഗ്രോസ് കളക്ഷൻ നേടുന്നത്. മലയാള ചിത്രങ്ങൾക്കോ മറുഭാഷാ ചിത്രങ്ങൾക്കോ ഇതുവരെ സാധിക്കാതിരുന്ന നേട്ടമാണ് ഇത്. ചിത്രത്തിൽ ഷൺമുഖം എന്ന ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത്. മോഹൻലാലിന്റെ നായികയായി വർഷങ്ങൾക്കു ശേഷം ശോഭനയും ഒന്നിക്കുന്നു എന്നുള്ള പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. ബിനു പപ്പു, ഫർഹാൻ ഫാസിൽ, മണിയൻപിള്ള രാജു എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.